ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ജല അതോറിറ്റി ഓഫീസിന് സമീപം തുറസായ ഓട അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. ഓട സ്ലാബിട്ട് മൂടി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് റോഡിൽ ജല അതോറിറ്റി ഓഫീസിന് സമീപമാണ് റോഡിലെ വളവിനോട് ചേർന്നുള്ള ഓട അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. ഇരുദിശകളിൽ നിന്നും വാഹനങ്ങൾ ഒരേ സമയം എത്തിയാൽ സൈഡ് നൽകുന്ന വാഹനം ഓടയിൽ പതിക്കുന്ന അവസ്ഥയാണുള്ളത്. ഡ്രൈവർമാർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധമാണ് ഇവിടെയുള്ളത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഓടയിൽ വീഴുന്നതിനുള്ള അപകട സാധ്യത ഏറെയാണെന്ന് വി അനിരുദ്ധൻ പറയുന്നു. കുമ്പളങ്ങാട് റോഡിൽ നിന്നും വടക്കാഞ്ചേരി മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന മൗത്താണ്. ഈ മൗത്തിൻ്റെ അവസ്ഥ അപകടം എപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. കാരണം ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ എഡ്ജാണിത്. ഓട്ടോറിക്ഷ ഇവിടം വരെ വന്ന് കിടക്കും. ഈ ചെറിയ കടയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ വണ്ടി ഒരെണ്ണം അവിടെ കിടക്കും. അവിടെ നിന്നൊരു വാഹനം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇവിടെ നിന്നൊരു വാഹനം കയറുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ചാലാണ്. ആ ചാലിലേക്ക് ഇരുചക്ര വാഹനമല്ല, ഏതൊരു വാഹനവും വീഴുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇവിടെ ആരും ശ്രദ്ധിക്കുകയോ അതിനുവേണ്ടി ഒരു പരിഹാരം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഇനി ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഓടിയെത്തും, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും. അതല്ലേ ആവശ്യം. ഇവിടെ ഈ കാണുന്ന ചാല് വളരെ വീതിയിൽ വെറുതെ ഒരു ചാലിങ്ങനെ കിടക്കുകയാണ്, ഒരു പ്രയോജനവുമില്ലാതെ. അതിൽ കൂടി വളരെ കുറച്ച് വെള്ളം മാത്രമേ ആ മേളിൽ നിന്ന് ഇപ്പോൾ പോരുന്നുള്ളൂ. നേരത്തെ ചാക്കുളയുടെ കുന്നുണ്ടായിരുന്ന കാലത്ത് കുറേ വെള്ളം വന്നിരുന്നു. ഇപ്പോൾ ആ കുന്നൊക്കെ ഇടിച്ചു പൊളിച്ച് താമസക്കാരാണ്. അവിടെ നിന്ന് വെള്ളങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഈ ചാലിൻ്റെ വീതി ഒന്ന് കുറച്ച് ഈ ഒരു സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാനുള്ള വാഹനങ്ങൾ കുറേ ഇതിലേ പോവുകയും അവിടെ നിന്നുള്ള വാഹനങ്ങൾ കുറയുകയും ചെയ്യും. അത് വടക്കാഞ്ചേരിക്ക് വളരെ ഒരു സൗകര്യമായിരിക്കും, അനുഗ്രഹമായിരിക്കും. അടിയന്തരമായി ഓട സ്ലാബ് ഇട്ട് മൂടി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗ്രാമസഭയിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. VCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.